ചുമട്ടുകാരനും പെൺകുട്ടിയും. ബാഗ്ദാദ് നഗരത്തിൽ പണ്ട് യുവാവും അഭിമാനിയുമായ ഒരു ചുമട്ടുകാരനുണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ ചുമടെടുക്കാനുള്ള കുട്ടയുമായി ചന്തയ്ക്ക് സമീപം നിന്നു. അപ്പോഴൊരു തരുണി അയാളെ സമീപിച്ചു. കസവ് പൂക്കൾ തുന്നിപ്പിടിപ്പിച്ച സിൽക്കിൻ്റെ മൂടുപടം അവൾ അല്പമൊന്നുയർത്തിയപ്പോൾ കറുത്ത് നീണ്ട് പട്ടുപോലുള്ള പുരുകങ്ങളും തുള്ളിക്കളിക്കുന്ന പരൽമീനുകൾ പോലുള്ള കരിമിഴികളും കാണായി. ആ കൃശഗാത്രിയുടെ പ്രത്യംഗവർണ്ണന കവികൾക്ക് പോലും അസാധ്യമാണ്. തീരെ ചെറുതായ പാദങ്ങൾക്ക് പോലും എന്തു ഭംഗി! ആ കുട്ടയുമെടുത്ത് എൻ്റെ കൂടെ പോരൂ, അവൾ ചുമട്ടുകാരനോട് പറഞ്ഞു. അംഗലാവണ്യത്തിന് യോജിച്ച ശബ്ദമാധുരി തന്നെ എന്ന് ആത്മകഥം ചെയ്തുകൊണ്ട് ചുമട്ടുകാരൻ അവളെ പിന്തുടർന്നു. ഒരു ക്രിസ്ത്യാനിയുടെ കടയിൽ നിന്നും ഒരു വലിയ ഭരണി വീഞ്ഞു വാങ്ങിയിട്ട് അതെടുത്ത് പിന്നാലെ പോന്നോളൂ എന്നാജ്ഞാപിച്ച് അവൾ പിന്നെയും നടന്നു. ഇന്നത്തെ ദിവസം കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് വീഞ്ഞ് ഭരണി കുട്ടയിൽ വെച്ച് ചുമട്ടുകാരൻ അവളെ അനുഗമിച്ചു. അടുത്തതായി ഒരു പഴക്കച്ചവടക്കാരൻ്റെ കടയിൽ നിന്നും ആപ്പിൾ, മാതളം, മധുരനാരങ്ങ എന്നു വേണ്ട എന്തെല്ലാം പഴങ്ങളുണ്ടോ അതെല്ലാം ധാരാളം വാങ്ങി. അടുത്ത ലക്ഷ്യം ഇറച്ചി വിൽക്കുന്ന സ്ഥലമായിരുന്നു. കശാപ്പുകാരൻ 10 റാത്തൽ ആട്ടിറച്ചി ഇലയിൽ പൊതിഞ്ഞ് കുട്ടയിൽ വെച്ചു. ചുമടുമായി കുറെ ചെന്നപ്പോൾ ബദാം വിൽപ്പനക്കാരനെ കണ്ടു. അയാളുടെ പക്കലുണ്ടായിരുന്ന ബദാം ഒട്ടുമുക്കാലും അവൾ വാങ്ങി. തുടർന്ന് മധുരപലഹാരങ്ങളുടെ ഊഴമായി ബിസ്ക്കറ്റ്, കേക്ക് തുടങ്ങിയവയെല്ലാം തളികകളിലാക്കി കുട്ടയിൽ നിറച്ചു. ഇത്രയുമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചുമക്കാൻ ഞാനൊരു കോവർ കഴുതയെ കൊണ്ടുവരുമായിരുന്നു. ചുമട്ടുകാരൻ്റെ തമാശ കേട്ട് അവൾ ചിരിച്ചു. പലതരം പാനീയങ്ങൾ, പനിനീർ, മെഴുകുതിരി എന്നിവ കൂടി വാങ്ങിയിട്ട് അവൾ പറഞ്ഞു, എടുത്തുകൊണ്ടു പോരൂ. നടന്ന് ഒരു വലിയ കൊട്ടാരത്തിന് മുന്നിലെത്തി. വിശാലമായ മുറ്റം കടന്ന് വീട്ടിൽ സ്വർണ്ണക്കുമിളകൾ പിടിപ്പിച്ച വലിയ വാതിലിൽ അവൾ മുട്ടി. വാതിൽ മലർക്കെ തുറന്ന് ഒരു കന്യക പ്രത്യക്ഷപ്പെട്ടു. ഇവളാണ് സുന്ദരി എന്ന് ആരും പറഞ്ഞു പോകും. അത് അവളുടെ മന്ദഹാസത്തിൻ്റെ ചാരുത കൊണ്ട് മാത്രമല്ല, വടിവൊത്ത വക്ഷോജങ്ങളുടെ ഭംഗി കൊണ്ടുമല്ല, ആകെയുള്ള അംഗലാവണ്യം കൊണ്ടാണ്. അവളുടെ കണ്ണുകൾ പേടമാനിൻ്റെ കണ്ണുകൾ, പുരുകങ്ങൾ റംസാനിലെ ചന്ദ്രക്കല, മുഖത്ത് ഉദിച്ചുയരുന്ന പൂർണ്ണേന്ദുവിൻ്റെ പ്രകാശം, കൊഴുത്തുരുണ്ട മുലകൾ, മാതളഫലങ്ങൾ, ഉടുപ്പിനുള്ളിലെ വെളുത്ത മൃദുലമായ അടിവയർ, പട്ടുറുമാലിലൊളിപ്പിച്ച വിലപ്പെട്ട പ്രേമലേഖനം. ചുമട്ടുകാരന് അവളെ ഏറെ നേരം നോക്കി നിൽക്കാനുള്ള കരുത്തില്ലായിരുന്നു. തലയിലെ ചുമട് നിലത്ത് വീണുപോകുമെന്നയാൾ ഭയന്നു. അകത്തേക്ക് വരാം, പെൺകുട്ടി ക്ഷണിച്ചു. അതിവിശാലമായ ഒരു ഹാളിലേക്ക് അവർ പ്രവേശിച്ചു. പട്ടുതൊങ്ങലുകളും സ്വർണം പൂശിയ ഇരിപ്പിടങ്ങളും കൊണ്ട് അവിടം അലങ്കരിച്ചിരുന്നു. മധ്യത്തിലുള്ള ശിലാമഞ്ചം മുത്തും പവിഴവും പതിച്ച് ചുവന്ന മെത്ത വിരിച്ച് മൂടി പിടിപ്പിച്ചിരുന്നു. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മറ്റ് 2 പേരെയും അതിശയിക്കുന്ന ഒരു പെൺകുട്ടി അതിൽ ശയിച്ചിരുന്നു. അവൾ എഴുന്നേറ്റ് 2 സഹോദരിമാരെയും സമീപിച്ചു പറഞ്ഞു, എന്താണിങ്ങനെ നിൽക്കുന്നത്? ചുമട്ടുകാരൻ്റെ തലയിലെ കുട്ട ഇറക്കി വെക്കണ്ടേ? 3 പേരും ചുമടിറക്കാൻ സഹായിച്ചു. സാധനങ്ങളെല്ലാം നിലത്ത് അടുക്കി വെച്ചിട്ട് അയാൾക്ക് 2 ദിനാർ കൂലി കൊടുത്തു. ഇനി താൻ പൊയ്ക്കോളൂ. മൂവരുടെയും സൗന്ദര്യവും അവർ വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളും കണ്ട് ചുമട്ടുകാരൻ അമ്പരന്നു. പെൺകുട്ടികളോടൊപ്പം പുരുഷന്മാരാരുമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടനെ അവിടം വിട്ട് പോകണമെന്ന് അയാൾക്ക് തോന്നിയില്ല. എന്താ പോകാത്തത്? കൂലി കുറഞ്ഞു പോയോ? പെൺകുട്ടികളിൽ മൂത്തവൾ ചോദിച്ചു. 1 ദിനാർ കൂടി കൊടുത്തേക്കൂ എന്ന് അനിയത്തിയോട് പറയുകയും ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞു, സുന്ദരിമാരെ, നിങ്ങൾ തന്നത് ധാരാളം. എനിക്ക് സാധാരണയായി കിട്ടാറുള്ള കൂലി 1 ദിനാറാണ്. അധികം കിട്ടിയതിലുള്ള സന്തോഷമേ എനിക്കുള്ളൂ. പക്ഷേ എൻ്റെ വിഷമം നിങ്ങൾ 3 പെൺകുട്ടികൾ ആൺതുണയില്ലാതെ ഇവിടെ കഴിച്ചുകൂട്ടുന്നല്ലോ എന്നതിലാണ്. നിങ്ങൾ 3 കന്യകമാരുണ്ടല്ലോ, 4മതൊരാൾ കൂടി വേണം. 4 തുണകളുണ്ടെങ്കിലേ ഒരു മണ്ഡപം പൂർത്തിയാകൂ. പുരുഷനില്ലാതെ സ്ത്രീക്ക് സന്തോഷമെവിടെ? കവി പറഞ്ഞതുപോലെ മേളക്കാർ 4 ഉണ്ടെങ്കിലേ താളം പൂർണ്ണമാകൂ. ഞങ്ങൾക്ക് കാവ്യം ഓർമ്മയുണ്ട്, പക്ഷേ ഞങ്ങൾ കന്യകകളാണ്. അന്യപുരുഷനെ വിശ്വസിക്കാൻ വയ്യ. പെൺകുട്ടികൾ പറഞ്ഞു.
അപ്പോൾ ചുമട്ടുകാരൻ സത്യം ചെയ്തു, ഞാൻ നിങ്ങളുടെ ഒരു രഹസ്യവും മറ്റാരോടും പറയുകയില്ല. ഞാൻ വിദ്യാഭ്യാസമുള്ളവനാണ്, പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. തൻ്റെ പാണ്ഡിത്യം വെളിവാക്കാൻ അയാൾ നിരവധി ശ്ലോകങ്ങൾ ചൊല്ലിക്കേൾപ്പിച്ചു. അത് കേട്ട ഒരു പെൺകുട്ടി അയാളെ കളിയാക്കി, ഞങ്ങളിവിടെ ധാരാളം പണം മുടക്കിയിട്ടുണ്ട്, നിങ്ങളുടെ വീതം തരാമെങ്കിൽ കൂടെ കൂടിക്കോളൂ. വീഞ്ഞു കുടിച്ചും വെളുപ്പോളം സൊറ പറഞ്ഞും കഴിഞ്ഞോളൂ. കയ്യിൽ കാശില്ലെങ്കിൽ വന്ന വഴിയെ തിരിഞ്ഞു നടക്കുന്നതാണ് നല്ലത്. സഹോദരിമാരിൽ മൂത്തവൾ ഇടപെട്ടു, തമാശ മതി, ഇയാൾ എത്രത്തോളം ക്ഷമയുള്ളവനാണെന്ന് നോക്കൂ. സ്നേഹിത, വിഷമിക്കേണ്ട, കാശ് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. ചുമട്ടുകാരൻ അവൾക്ക് നന്ദി പറഞ്ഞു. ഞാനിത് മറക്കില്ല. എങ്കിൽ ഇന്നിവിടെ കഴിയാം, ഞങ്ങളെല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഒരു പെൺകുട്ടി ഹാളിൻ്റെ മധ്യത്തിലുള്ള കൊച്ചു ജലാശയത്തിനു ചുറ്റും ഇരിപ്പിടങ്ങളൊരുക്കി. പാനപാത്രങ്ങളിൽ വീഞ്ഞു പകർന്നു. സുന്ദരിമാരാൽ വലയം ചെയ്യപ്പെട്ട ചുമട്ടുകാരന് താൻ സ്വർഗലോകം സ്വപ്നം കാണുകയാണെന്ന് തോന്നി. വീഞ്ഞിൻ്റെ ലഹരിയിൽ പെൺകുട്ടികൾ യുവാവിൻ്റെ ശരീരത്തിൽ ഇക്കിളി കൂട്ടി. ഒരാൾ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് അയാളുടെ മുന്നിൽ നിന്നു. സഹോദരിമാർ രണ്ടുപേരും അവളെ അനുകരിച്ചു. ഇതിനിടെ നഗ്നയായ യുവാവിനെ ഒരുത്തി പിടിച്ചു വലിച്ച് ജലാശയത്തിലിറക്കി. പരസ്പരം കെട്ടിപ്പുണർന്നും മൃദുമേനികളിൽ തലോടിയും വികാരം കൊണ്ടു. പെൺകുട്ടി വെള്ളം കവിൾ കൊണ്ട് അയാളുടെ പുറത്തു തുപ്പി. അവൾ കൈക്കുടന്നയിൽ വെള്ളമെടുത്ത് സ്വന്തം ശരീരത്തിലൊഴിച്ചപ്പോൾ പളുങ്കുമണി പോലെ ചിതറി മിനുസമാർന്ന തുടകൾക്കിടയിലൂടെ താഴേക്കൊലിച്ചുപോയി. പിന്നെ ജലക്രീഡ മതിയാക്കി നിലത്തിരുന്ന അയാളുടെ മടിയിൽ തലവെച്ച് അവൾ കിടന്നു. തൻ്റെ ഊരുക്കൾക്കിടയിലെ രഹസ്യസ്ഥാനത്തിലേക്ക് വിരൽ ചൂണ്ടി അവൾ ചോദിച്ചു, പ്രിയപ്പെട്ടവനെ, ഇതിൻ്റെ പേരെന്തെന്നറിയാമോ? അതാണ് ശ്രീകോവിൽ, യുവാവ് പറഞ്ഞു. അവൾ അവൻ്റെ കഴുത്തിൽ താടിച്ചു. ഷേ, മോശം, ഇയാൾക്കൊന്നും അറിഞ്ഞുകൂടാ. എങ്കിൽ സാധനം എന്ന് വിളിക്കാം. അല്ല, അവൾ തലയാട്ടി. കടന്നൽ കൂട് എന്നായാലോ? അവൾ മുഷ്ടി ചുരുട്ടി യുവാവിനെ മർദ്ദിച്ചു. അയാൾ വേദന കൊണ്ട് പുളഞ്ഞു. അയ്യോ, എനിക്ക് വയ്യ, നീ തന്നെ പറഞ്ഞാൽ മതി. ഇതിൻ്റെ പേരാണ് കടൽപ്പാലം, അവൾ കൊഞ്ചി പറഞ്ഞു. കടൽപ്പാലം കടക്കാൻ ചുങ്കപ്പണം കെട്ടണം, കാവൽക്കാരൻ്റെ അനുമതിയും തേടണം. അവൻ ഖിന്നത നടിച്ചു. അവൾ പൊട്ടിച്ചിരിച്ചു. മധുചഷകം വീണ്ടും കൈമാറി. വീഞ്ഞ് ഒത്തിക്കുടിച്ചിട്ട് രണ്ടാമത്തെ പെൺകുട്ടി ജലാശയത്തിലിറങ്ങി. ശരീരം തണുപ്പിച്ച് കരയ്ക്കണഞ്ഞ അവൾ അവൻ്റെ മടിയിൽ വീണു. തൻ്റെ വികാര കേന്ദ്രത്തിന് നേരെ കടക്കെണ്ണെറിഞ്ഞ് അവൾ ചോദിച്ചു, കരളെ, ഇതിൻ്റെ പേരെന്തെന്ന് പറയാമോ? ഗിരിഗന്ധരം, അവൻ പറഞ്ഞു. ഇയാൾ പറയുന്നത് കേട്ടോ എന്ന് സഹോദരിമാരോട് ചോദിച്ച് അവൾ അയാളുടെ മുതുകിൽ ശക്തിയായി അടിച്ചു. അടിയുടെ ഒച്ച ഹാളിൽ മുഴങ്ങി. അല്ല, കടൽപ്പാലം, അവൻ തിരുത്തി. അവൾ അത് നിഷേധിച്ചു. അവൻ്റെ മേലുള്ള മർദ്ദനം തുടർന്നു. ഞാൻ തോറ്റു, അവൻ ചൊല്ലിട്ടു. ഇത് എള്ളാണ്, കുത്തിപ്പാറ്റിയ എള്ള്. ഇപ്പോൾ മൂന്നാമത്തെ യുവതിയുടെ ഊഴമായി. വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറി അല്പവസ്ത്രധാരിണിയായി അവൾ അവൻ്റെ മടിയിൽ കിടന്ന് സഹോദരിമാർ ചോദിച്ച ചോദ്യം ആവർത്തിച്ചു. അവൻ സൂചിപ്പിച്ച പേരുകളൊന്നും ശരിയായില്ല. അവസാനം അവൾ പറഞ്ഞു, ഇതാണ് അബു മൻസൂറിൻ്റെ ഇടനാഴി. ഉടനെ യുവാവ് വെള്ളത്തിലിറങ്ങി. അരയോളം വെള്ളത്തിൽ നിന്ന അവൻ്റെ പൗരുഷം ജലനിരപ്പിൽ കണ്ട തരുണികൾ വികാര വിവശരായി. അവൻ കരയ്ക്ക് കയറി പെൺകുട്ടികളിൽ മൂത്തവളായ ഗൃഹനായികയുടെ മടിയിൽ തലവെച്ച് കിടന്നു. അവൻ്റെ കാലുകൾ മറ്റൊരുവരുടെ തുടയിൽ വിശ്രമിച്ചു. മടിയിൽ തലവെച്ച് കിടന്ന് അവൻ്റെ കാലുകൾ മറ്റൊരുവരുടെ തുടയിൽ വിശ്രമിച്ചു. സ്വന്തം പുരുഷത്വത്തെ ചൂണ്ടിക്കാണിച്ച് അവൻ യുവതിയോട് ചോദിച്ചു, എൻ്റെ രാജകുമാരി, ഈ സാധനത്തിൻ്റെ പേര് പറയാമോ? ചോദ്യം കേട്ട് 3 പേരും പൊട്ടിച്ചിരിച്ചു. അവർ പറഞ്ഞു, ഓ, ഇതാണോ? ഇതല്ലേ നിങ്ങളുടെ ആയുധം? അല്ല എന്ന് പറഞ്ഞ് അവൻ അവരുടെ ശരീരങ്ങളിൽ ക്ഷതങ്ങളേൽപ്പിച്ചു. ഈ ചൂടുള്ള സാധനം നിങ്ങളുടെ ഉപകരണം തന്നെ എന്നായി അവർ. അവൻ അവരുടെ വക്ഷോജങ്ങളിൽ നുള്ളി ഇക്കിളി കൂട്ടി. അവർ ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് അവൻ പറഞ്ഞു, സുന്ദരിമാരെ, ഈ കുസൃതി കുടുക്ക പറയുകയാണ്, ഞാനൊരു കോവർ കഴുത കുത്തിപ്പാറ്റിയ എള്ളുതിന്ന് കടൽപ്പാലം കടന്നു ചെന്ന് അബൂ മൻസൂറിൻ്റെ ഇടനാഴിയിൽ വിശ്രമിക്കുന്ന ശക്തനായ കോവർ കഴുതയെന്ന്. അവൻ്റെ തമാശ കേട്ട് പെൺകുട്ടികൾ പൊട്ടിച്ചിരിച്ച് നിലത്ത് കിടന്നുരുണ്ടു.
കുറേശ്ശെയായി മധു നുകർന്ന് അവർ സമയം ചെലവിട്ടു. വൈകുന്നേരമായപ്പോൾ പെൺകുട്ടികൾ യുവാവിനോട് പറഞ്ഞു, ഇനി നിങ്ങൾ പൊയ്ക്കൊള്ളൂ, അതുമാത്രം പറയരുത്. അയാൾ കേണപേക്ഷിച്ചു, എന്നെ കൊന്നാലും ഈ രാത്രി ഞാൻ ഇവിടെ നിന്ന് പോവില്ല. നിങ്ങളോടൊപ്പമുള്ള രാത്രി പകലിനേക്കാൾ സുന്ദരമാണ്. അപ്പോൾ ഗൃഹനാഥ പറഞ്ഞു, ഇന്ന് രാത്രി മുഴുവൻ നിങ്ങൾക്കിവിടെ കഴിയാം. ആ വാതിലിന് മുകളിൽ എഴുതിയിരിക്കുന്നത് അക്ഷരം പ്രതി അനുസരിക്കാമെങ്കിൽ മാത്രം. യുവാവ് ചുമരിലെഴുതിയിരുന്നത് വായിച്ചു. നിന്നെ സംബന്ധിക്കാത്ത കാര്യത്തിൽ തലയിട്ടാൽ നിനക്കിഷ്ടമില്ലാത്തത് കേൾക്കേണ്ടി വരും. ഞാൻ അനുസരിക്കാം. എന്നെ സംബന്ധിക്കാത്ത ഒരു കാര്യത്തിലും ഞാൻ തലയിടുകയില്ല. യുവാവ് പറഞ്ഞു. ഈ സമയം പ്രഭാതം പുലർന്നു. ഷഹറാസാദ് കഥ പറച്ചിൽ നിർത്തി. അടുത്ത രാത്രി സമാഗതമായപ്പോൾ ചേച്ചി കഥയുടെ ബാക്കി കേൾക്കാൻ ധൃതിയായി ദുനിയാസാദ് പ്രേരിപ്പിച്ചു. പറയാം, അതെൻ്റെ കടമയാണ്, അവൾ തുടർന്നു. തന്നെ സംബന്ധിക്കാത്ത ഒരു കാര്യത്തിലും തലയിടുന്നതല്ല എന്ന് യുവാവ് പ്രതിജ്ഞ ചെയ്തപ്പോൾ പെൺകുട്ടികൾ ഭക്ഷണം വിളമ്പി. എല്ലാവരും രുചിയോടെ അത്താഴം കഴിച്ചു. മെഴുകുതിരി വട്ടത്തിൽ മധുരപലഹാരങ്ങളും വീഞ്ഞും ഫലങ്ങളും ധാരാളം അകത്താക്കി. അപ്പോൾ ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. ഒരു പെൺകുട്ടി പുറത്തു ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, അപരിചിതരായ 3 പേർ പുറത്തു നിൽക്കുന്നു. 3 പേരും താടിയില്ലാത്ത ഒറ്റക്കണ്ണന്മാർ. പുറം നാട്ടുകാരാണ്. അവരുടെ വേഷം കണ്ടാൽ ചിരിച്ചു പോകും. സഹോദരിമാർ പറഞ്ഞു, അവരെ അകത്തേക്ക് ക്ഷണിക്കാം. പക്ഷേ തങ്ങളെ സംബന്ധിക്കാത്ത കാര്യങ്ങളിൽ തലയിട്ടാൽ ഇഷ്ടപ്പെടാത്തത് കേൾക്കേണ്ടി വരും എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പെൺകുട്ടി ഓടിപ്പോയി താടിയില്ലാത്ത കൊമ്പൻ മീശയുള്ള ഒറ്റക്കണ്ണന്മാർ 3 വിളിച്ചു കൊണ്ടുവന്നു. ഭിക്ഷാടനം ജീവിത വൃത്തിയാക്കിയിട്ടുള്ള കലാന്തർ എന്ന തുർക്കി സന്യാസിമാരായിരുന്നു അവർ. പെൺകുട്ടികളെ വണങ്ങിയിട്ട് നിലത്തിരുന്നപ്പോൾ വീഞ്ഞിൻ്റെ ലഹരിയിൽ മയങ്ങിയ ചുമട്ടുകാരൻ യുവാവിനെ കണ്ട് വിളിച്ചു പറഞ്ഞു, ഇതാ നമ്മുടെ സ്നേഹിതൻ, ഇയാളും ഒരു കലാന്തർ തന്നെ. അത് കേട്ട് ചാടി എണീറ്റ് യുവാവ് പറഞ്ഞു, ശരി ശരി, ആദ്യം ചുമരിലെഴുതിയിരിക്കുന്നത് വായിച്ച് അർത്ഥം ഗ്രഹിക്കണം. അത് കഴിഞ്ഞു മതി മറ്റു കാര്യങ്ങൾ. പെൺകുട്ടികൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പുതിയ അതിഥികൾക്ക് ആഹാരം വിളമ്പി. തീറ്റിയും കുടിയും കഴിഞ്ഞപ്പോൾ യുവാവ് അവരോട് ചോദിച്ചു, സഹോദരന്മാരെ, നിങ്ങളുടെ പക്കൽ രസകരങ്ങളായ കഥകൾ കാണുമല്ലോ, പറയാമോ? അവർ ഭാണ്ഡങ്ങളിൽ നിന്ന് വാദ്യോപകരണങ്ങൾ പുറത്തെടുത്തു. അവയുടെ താളത്തിനൊപ്പിച്ച് പെൺകുട്ടികൾ പാടി. ഈ സമയം ആരോ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നത് കേട്ടു. ബാഗ്ദാദിലെ ഖലീഫ ഹാറൂൻ അൽ റഷീദ് രാത്രികാലങ്ങളിൽ വേഷപ്രച്ഛന്നനായി ചുറ്റി നടക്കുന്ന പതിവുണ്ട്. മന്ത്രി ജാഫർ, അംഗരക്ഷകൻ മസ്റൂർ എന്നിവരോടൊപ്പം അന്ന് നഗരം ചുറ്റാനിറങ്ങിയ ഖലീഫ ആ മാളികയിൽ നിന്നും സംഗീതമേളം കേട്ടു. വരൂ, നമുക്ക് അങ്ങോട്ട് പോയി ആരാണ് പാടുന്നത് നോക്കാം, അദ്ദേഹം മന്ത്രിയോട് പറഞ്ഞു. ജാഫർ നിരുത്സാഹപ്പെടുത്തി. അത് വേണ്ട തിരുമേനി, ആരെങ്കിലും കുടിച്ച് കൂത്താടുന്നതാവും. ആരായാലും പോയി നോക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നായി ഖലീഫ. ഉത്തരവ് പോലെ എന്ന് പറഞ്ഞ് ജാഫർ വാതിൽക്കൽ മുട്ടി. ആ ശബ്ദം കേട്ട് വാതിൽ തുറന്ന പെൺകുട്ടിയോട് മന്ത്രി പറഞ്ഞു, ഞങ്ങൾ ടൈബീരിയയിൽ നിന്ന് വന്ന കച്ചവടക്കാരാണ്. 10 ദിവസമായി ഇവിടെയുള്ള സത്രത്തിൽ താമസിക്കുന്നു. ഒരു വ്യാപാരി സുഹൃത്ത് ഞങ്ങളെ അയാളുടെ വീട്ടിൽ അത്താഴത്തിന് ക്ഷണിച്ചിരുന്നു. അവിടെ നിന്ന് മടങ്ങുമ്പോൾ നല്ല ഇരുട്ടായി. ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. ഈ രാത്രി ഇവിടെ കഴിച്ചുകൂട്ടാൻ അനുവദിക്കുമോ? ദൈവം നിങ്ങൾക്ക് നന്മ വരുത്തും. അവർ മാന്യന്മാരാണെന്നും തോന്നിയതുകൊണ്ട് പെൺകുട്ടികൾ ക്ഷണിച്ചു. അകത്തു വരാം. ഖലീഫയും ജാഫറും മസ്റൂറും അകത്തു പ്രവേശിച്ചപ്പോൾ ആതിഥേയർ പറഞ്ഞു, ഇത് നിങ്ങളുടെ സ്വന്തം ഭവനമാണെന്ന് കരുതാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. നിങ്ങളെ സംബന്ധിക്കാത്ത ഏതെങ്കിലും കാര്യത്തിൽ തലയിട്ടാൽ നിങ്ങൾക്കിഷ്ടമില്ലാത്തത് കേൾക്കേണ്ടി വരും. അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് അവർ ആസന്നതരായി. തത്സമയം അവിടെയിരുന്ന കലാന്തർമാർ തങ്ങളുടെ ഭക്ഷണത്തിൽ പങ്കുചേരാൻ ആഗതരെ ക്ഷണിച്ചു. ഒരു പെൺകുട്ടി പകർന്നു നൽകിയ വീഞ്ഞ് ഖലീഫ സ്വീകരിച്ചില്ല. ഞാൻ തീർത്ഥയാത്രയ്ക്ക് മുമ്പുള്ള നൊയമ്പ് നോൽക്കുകയാണ് എന്ന് പറഞ്ഞു. ഉടനെ പെൺകുട്ടി ചിത്രാങ്കിതമായ ചീനിപ്പിഞ്ഞാണത്തിൽ പഞ്ചസാരയും പനിനീരും ചേർത്ത ശുദ്ധജലം കൊടുത്തു. ഖലീഫ അവൾക്ക് നന്ദി പറഞ്ഞിട്ട് മനസ്സിൽ കരുതി, ഇവളുടെ സന്മനസ്സിന് പ്രത്യുപകാരം ചെയ്യണം.
എല്ലാവരും വീഞ്ഞിൻ്റെ ലഹരിയിൽ മയങ്ങിത്തുടങ്ങിയപ്പോൾ പെൺകുട്ടികൾ ഹാളിൻ്റെ മധ്യഭാഗം ശുചിയാക്കി. ചുമട്ടുകാരനായ യുവാവിനോട് നിർദ്ദേശിച്ചതനുസരിച്ച് അയാൾ പുറത്തെ വരാന്തയിൽ കെട്ടിയിരുന്ന 2 പെൺപട്ടിക്കുഞ്ഞുങ്ങളെ ചങ്ങലയോടെ നടത്തിക്കൊണ്ടുവന്നു. പെൺകുട്ടികളിൽ മൂത്തവൾ ഒരു പട്ടിക്കുഞ്ഞിനെ മുന്നോട്ട് വലിച്ചിഴച്ചു. അത് യജമാനത്തിയെ ദയനീയമായി നോക്കി ഉറക്കെ മോങ്ങാൻ തുടങ്ങി. പെൺകുട്ടി ഒരു ചാട്ട കൊണ്ട് അതിനെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചു. ഒടുവിൽ ചാട്ട നിലത്തിട്ട് പട്ടിക്കുഞ്ഞിനെ കയ്യിലെടുത്ത് മാറോടണയ്ക്കുകയും ചുംബിക്കുകയും ചെയ്തു. അല്പം കഴിഞ്ഞ് രണ്ടാമത്തെ പട്ടിക്കുഞ്ഞിനെ ഇതേ രീതിയിൽ അടിക്കുകയും പിന്നീട് താലോലിക്കുകയും ചെയ്തു. ഈ കാഴ്ച ഖലീഫയെ അസ്വസ്ഥനാക്കി. അവളോട് വിശദീകരണം ആവശ്യപ്പെടാമോ എന്ന് ആംഗ്യത്തിലൂടെ മന്ത്രിയോട് ചോദിച്ചു. മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് ജാഫർ ആംഗ്യത്തിലൂടെ തന്നെ മറുപടിയും പറഞ്ഞു. ഇതിനിടെ ഒരു പെൺകുട്ടി വീണ മീട്ടി ശോകഗാനം ആലപിക്കാൻ തുടങ്ങി. പാട്ടിൻ്റെ അന്ത്യത്തിൽ അവൾ ദുഃഖഭാരത്താൽ വസ്ത്രങ്ങൾ കീറിപ്പറിച്ച് തറയിൽ കുഴഞ്ഞു വീണു. അവളുടെ ശരീരം നിറയെ ചാട്ടയടി കൊണ്ടതിൻ്റെ പാടുകൾ കാണപ്പെട്ടു. അവളുടെ സഹോദരി മുഖത്ത് വെള്ളം തളിച്ച് ഉണർത്തിയിട്ട് പുതിയ ഉടുപ്പുകൾ ധരിപ്പിച്ചു. ഖലീഫ ജാഫറോട് ചോദിച്ചു, ഇവരുടെ പുറത്തെ പാടുകൾ കണ്ടോ? പട്ടിക്കുഞ്ഞുങ്ങളുടെയും ഈ പെൺകുട്ടികളുടെയും യഥാർത്ഥ ചരിത്രം എനിക്കറിയണം. ജാഫർ ഖലീഫയെ തടഞ്ഞു. അരുത് യജമാന, നമ്മെ സംബന്ധിക്കാത്തതിലൊന്നും തലയിടുകയില്ലെന്ന് നേരത്തെ നാം സമ്മതിച്ചതാണ്. ഈ സമയം തുർക്കിയ സന്യാസിമാർ അടക്കിയ സ്വരത്തിൽ പരസ്പരം പറഞ്ഞു, ഇവിടെ വരേണ്ടായിരുന്നു, വഴിവെക്കിൽ കിടന്നുറങ്ങിയാലും തരക്കേടില്ല. എന്തൊരു ഭീകരമായ കാഴ്ച! അത് കേട്ട ഖലീഫ ചോദിച്ചു, നിങ്ങൾ ഈ വീട്ടിലുള്ളവരല്ലേ? അല്ല, വെറും വഴിപോക്കർ. അവർ പറഞ്ഞു, അതാ ആ ചെറുപ്പക്കാരൻ്റെ വീടാണിതെന്ന് തോന്നുന്നു. അപ്പോൾ ചുമട്ടുകാരൻ, ഹേയ് അല്ല, ഞാൻ ഇന്നാദ്യമായിട്ടാണ് ഇവിടെ കാലുകുത്തുന്നത്. ഇവിടെ കിടക്കുന്നതിനേക്കാൾ വല്ല ചവറ്റുകൂനയിലും കഴിച്ചു കൂട്ടുന്നതായിരുന്നു ഭേദം. പുരുഷന്മാർ കൂടി ആലോചിച്ചു. അവർ 7 പേരുണ്ടായിരുന്നു. പെണ്ണുങ്ങൾ 3 പേർ മാത്രമല്ലേയുള്ളൂ. വേണ്ടി വന്നാൽ ബലം പ്രയോഗിച്ചും അതിൻ്റെ രഹസ്യം മനസ്സിലാക്കാമെന്ന തീരുമാനത്തിലെത്തി. ജാഫർ മാത്രം എതിർത്തു. അത് ന്യായമല്ല. നാം ഇവരുടെ അതിഥികളാണ്. കുറച്ചു മുമ്പ് ചെയ്ത പ്രതിജ്ഞ മറക്കാറായിട്ടില്ല. വൈകാതെ നേരം പുലരും. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പോകട്ടെ. എന്നിട്ട് ഖലീഫയെ അരികിൽ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു, ഇനി കഷ്ടിച്ച് 1 മണിക്കൂർ കൂടി മാത്രമേ നമുക്കിവിടെ നിൽക്കാൻ പറ്റൂ. നാളെ ഇവരെ ഞാൻ അങ്ങയുടെ മുമ്പാകെ ഹാജരാക്കാം. അപ്പോൾ സത്യം പറയിക്കാം. പക്ഷേ ഖലീഫ പറഞ്ഞു, അതുവരെ ക്ഷമിക്കാൻ എനിക്ക് വയ്യ. ഒടുവിൽ എല്ലാവരും കൂടിയാലോചിച്ച് സ്ത്രീകളോട് ചോദിക്കാൻ ചുമട്ടുകാരൻ യുവാവിനെ ചുമതലപ്പെടുത്തി. അയാൾ ഗൃഹനാഥയോട് ഇങ്ങനെ ചോദിച്ചു, സുന്ദരി രത്നമേ, എൻ്റെ സ്നേഹിതരുടെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു, ഇവിടെയുള്ള 2 പെൺപട്ടി കുഞ്ഞുങ്ങളുടെ രഹസ്യമെന്തെന്ന് പറഞ്ഞാലും അവിടുത്തെ സഹോദരിയുടെ ശരീരത്തിൽ ചാട്ടയടിയുടെ അടയാളം എങ്ങനെയുണ്ടായി എന്ന് അറിയിച്ചാലും പെൺകുട്ടി ശുഭിതയായി. ഇതാണോ ആദിത്യ മര്യാദ? നിങ്ങളുടെ പ്രതിജ്ഞ നിങ്ങൾ മറന്നു. നിങ്ങളെ സംബന്ധിക്കാത്ത കാര്യത്തിൽ തലയിട്ടാൽ കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കേൾക്കേണ്ടി വരുമെന്നറിഞ്ഞുകൂടെ? നിങ്ങളെ ഈ വീട്ടിൽ പ്രവേശിപ്പിച്ചത് തെറ്റായിപ്പോയി. അവൾ 3 തവണ നിലത്ത് അമർത്തിച്ചവിട്ടി. ഉടനെ ഒരു വശത്തെ വാതിൽ തുറന്ന് ആയുധധാരികളായ 7 നീഗ്രോകൾ രംഗത്തു വന്നു. അവരോട് അവൾ ആജ്ഞാപിച്ചു, ഇവരെ പിടിച്ചു കെട്ടുവിൻ. അടുത്ത ക്ഷണം അതിഥികൾ ബന്ധനസ്ഥരായി. യജമാനത്തി ഇവരുടെ തല വീശിക്കളയട്ടെ? നീഗ്രോകൾ ചോദിച്ചു. വരട്ടെ, പെൺകുട്ടി പറഞ്ഞു. 1 മണിക്കൂർ നേരം ക്ഷമിക്കാം. കൊല്ലുന്നതിന് മുമ്പ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കണം. അന്നേരം ചുമട്ടുകാരൻ അപേക്ഷിച്ചു, മഹാറാണി, മറ്റുള്ളവർ ചെയ്ത കുറ്റത്തിന് ഈ പാവത്തിനെ ശിക്ഷിക്കരുത്. ഇവരാണ് തെറ്റ് ചെയ്തത്, ഞാനല്ല. ഈ തുർക്കി പരീക്ഷകൾ വരുന്നതിന് മുമ്പ് നാം എത്ര സന്തോഷമായിട്ടാണ് കഴിച്ചു കൂട്ടിയതെന്ന് ഓർത്തു നോക്കൂ. മാത്രമല്ല, ബലഹീനനോട് പൊറുക്കുകയെന്നതാണ് ബലവാന്റെ കടമ എന്ന ആപ്തവാക്യം അവിടത്തേക്ക് അറിവുള്ളതുമാണ്. അത് കേട്ട പെൺകുട്ടി പൊട്ടിച്ചിരിച്ചു. ഈ സമയം നേരം വെളുത്തു. ഷെഹ്റാസാദ് മൗനം ഭജിച്ചു. അവൾ പറഞ്ഞു, സൗഭാഗ്യശാലിയായ രാജാവേ. ആ പെൺകുട്ടി പൊട്ടിച്ചിരിച്ചുകൊണ്ട്
ബന്ധനസ്ഥരായ അതിഥികളെ നോക്കി പറഞ്ഞു, നിങ്ങൾ സാധുക്കളാണെന്ന് തോന്നുന്നു. പ്രമാണിമാരായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഇവരുടെ വാളിന് ഇരയായേനെ. 1 മണിക്കൂർ കൂടി ജീവിച്ചിരിക്കാൻ ഞാൻ അനുവദിക്കുന്നു. അവസാനമായി വല്ലതും പറയാനുണ്ടെങ്കിൽ ഉടൻ പറയാം. ജാഫർ നമ്മുടെ കാര്യം കഷ്ടത്തിലായി. നാം ആരാണെന്ന് തുറന്നു പറയാം, അല്ലെങ്കിൽ ഇവർ കൊന്നുകളയുമെന്ന് തീർച്ച. ഖലീഫ മന്ത്രിയോട് പറഞ്ഞു. കുറ്റം ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം എന്നായിരുന്നു ജാഫറുടെ മറുപടി. ഇത് തമാശയല്ല, ഓരോന്നിനും ഓരോ സമയമുണ്ട്, ഖലീഫ ശാസിച്ചു. അതിനിടെ പെൺകുട്ടികളിൽ മൂത്തവൾ കലാന്തർമാരോട് ചോദിച്ചു, നിങ്ങൾ മൂവരും സഹോദരന്മാരാണോ? അല്ല, ഒരാൾ പറഞ്ഞു. ഞങ്ങൾ ഭിക്ഷാടനം ചെയ്ത് കാലം കഴിക്കുന്ന സന്യാസിമാരാണ്. നിങ്ങൾ ഒറ്റക്കണ്ണന്മാരായിട്ടാണോ ജനിച്ചത്? അല്ല, ഞങ്ങളുടെ ഓരോ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാനും ഇവിടെ വന്നു ചേരാനും ഇടയായത് അവിശ്വസനീയവും രസകരവുമായ ചില പ്രത്യേക സാഹചര്യങ്ങളാലാണ്. ആ കഥ കേൾക്കട്ടെ. അവിശ്വസനീയവും രസകരവുമായി തോന്നുന്നെങ്കിൽ നിങ്ങളെ വിട്ടയക്കാം. ചുമട്ടുകാരൻ പെട്ടെന്ന് മുന്നോട്ട് വന്നു. യജമാനത്തി, ഞാൻ വെറുമൊരു ചുമട്ടുകാരൻ മാത്രമാണ്. ഇവിടെ വരാനിടയായതെങ്ങനെയെന്നും അതിനുശേഷം എന്ത് നടന്നുവെന്നും വിശദമാക്കേണ്ടതില്ലല്ലോ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ശരി, നിനക്ക് പോകാം. ഇനി ഇവിടെങ്ങും കണ്ടുപോകരുത്, പെൺകുട്ടി ആജ്ഞാപിച്ചു. മാപ്പാക്കണം, ഇവരുടെ കഥകൾ കേൾക്കുന്നവരെ ഞാനിവിടെ ഇരുന്നോട്ടെ, അയാൾ അപേക്ഷിച്ചു. അപ്പോൾ 1ാമത്തെ കലാന്തർ തൻ്റെ കഥ പറഞ്ഞു കേൾപ്പിച്ചു. ആ കഥ നമുക്ക് അടുത്ത അധ്യായത്തിൽ പറയാം.